ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു കേക്ക് റെസിപ്പിയാണ്. റഷ്യൻ ഹണി കേക്കാണ് ചെയ്യാൻ പോകുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 കപ്പ് മൈദ വേണം. ഈ ഒരു 250 ml കപ്പിലാണ് 3 കപ്പ് മൈദ. പിന്നെ 3 മുട്ട, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. പിന്നെ 100 ഗ്രാം ബട്ടർ, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഹണി കേക്ക് ആയതുകൊണ്ട് 1/4 കപ്പ് തേൻ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ആണിത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം. 1/2 ടീസ്പൂൺ വാനില എസൻസും വേണം. ഫസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 മുട്ട ഒന്ന് പൊട്ടിച്ചിടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു വിസ്കോ സ്പൂണോ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണ്ട. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇത് നേരത്തെ പുറത്തെടുത്ത് വെച്ചതാണ്, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അത് ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേൻ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി മുട്ടൻ്റെ പഞ്ചസാരൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ എടുത്തു വെച്ച 3 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൂന്ന് കപ്പ് പൊടിയും ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്, അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈക്വൽ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പറിന് മുകളിലേക്ക് ഒരു ബോൾ വെക്കുക. എന്നിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇനി കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റൗണ്ട് പാത്രം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ബാലൻസ് ഉള്ള മാവൊന്ന് മാറ്റാം. ഇനി ഇതിൽ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ശരിക്കും അങ്ങ് പൊങ്ങി വരാതിരിക്കാനായിട്ടാണ്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടർ പേപ്പർ മുകളിൽ വരണം, അങ്ങനെ വേണം ഇടാനായിട്ട്. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഒരു സൈഡ് കുക്കായി വരുമ്പോഴേക്കും ഈ ബട്ടർ പേപ്പർ മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ സൈഡൊന്ന് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് ചെയ്താൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് തിരിച്ചിടാം. ഇനി ആ സൈഡ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അധികം കുക്ക് ചെയ്യരുത്, അപ്പോൾ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഇത് 2 സൈഡും കുക്കായിട്ടുണ്ട്. ഇതിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം റെഡിയാക്കണം.
ആ സൈഡ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ബോൾസും പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ വന്ന ബാലൻസ് ഉള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. നേരത്തെ ചെയ്തതുപോലെ പെട്ടെന്ന് എടുക്കരുത്. ഇത് കുറച്ച് കൂടുതൽ ടൈം ഒന്ന് വെക്കണം. നന്നായിട്ട് ഹാർഡായിട്ട് വരണം. പൊടിച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പരത്തുമ്പോൾ ഏതാണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. അടുത്തത് ഇനി സിറപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് ഇളം ചൂടുവെള്ളം, 1 ടേബിൾ സ്പൂൺ തേന്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. അപ്പോൾ ഇത് രണ്ടും കൂടി വെള്ളത്തിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി മാറ്റി വെക്കാം. അടുത്തതിന് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത ക്രീമാണിത്. അതുപോലെ തന്നെ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗളും വിസ്കും 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഞാൻ മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പഞ്ചസാരയും വാനില എസൻസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഷുഗറും വാനില എസൻസും ഇല്ലെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും പിന്നെ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇത് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ക്രീമിൻ്റെ ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ ബാലൻസ് വന്നത് ഇതുപോലെ ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലെയർ എടുത്ത് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ച സിറപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്നാക്കണം. ഇനി വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സിറപ്പാക്കാം. അതും ചെയ്യാം. ഇപ്പോൾ എല്ലാ ലെയറും വിപ്പിംഗ് ക്രീമും ഷുഗർ സിറപ്പും വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് കേക്കിൽ കവർ ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. കേക്ക് കംപ്ലീറ്റ് ഇതുപോലെ ചെയ്യാം. അപ്പോൾ റഷ്യൻ ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെയും ബൈ.